ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഈ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കാൻ നോക്കാം. ഫ്രൈ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പം നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈക്കെല്ലാം കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു വലുപ്പത്തിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇത്. ഇതിലേക്ക് ഞാൻ 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 പച്ചമുളക് ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് മൂക്കുമ്പോണ്ടല്ലോ നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ചെറിയ തീയിൽ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 വലിയ സവാള നീളത്തിൽ വളരെ തിന്നായിട്ട് അരിഞ്ഞെടുത്തതാണിത്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം സൈസ് വലിപ്പമുള്ള സവാളയൊക്കെ ആണെങ്കിൽ ഒരു 4 എണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാള നന്നായിട്ട് തന്നെ വഴന്ന് വരണം, ഒരു ബ്രൗൺ കളറായിട്ട് വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. തീ ഒരുപാട് കൂട്ടി വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അത് സവാള നന്നായിട്ട് ഞാനിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ച ചുവന്ന് മാറി കിട്ടണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഈ സമയത്ത് നമുക്കിതിലേക്കുള്ള പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മസാലയ്ക്ക് ആവശ്യമായത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ചിക്കന് ഉപ്പ് തേച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്, മറന്നു പോകരുത്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കനില്ല, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനിൽ ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതില്ല, ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. ചിക്കൻ വേവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതും വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ കൂട്ടുകറിക്കെല്ലാം ചെയ്തെടുക്കുന്നത് പോലെ നന്നായിട്ടൊരു ഗോൾഡൻ കളറിലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് നല്ല ഗോൾഡൻ കളറിൽ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായാലും നമുക്ക് തീ ഓഫാക്കാം. ഇനി ഇതിലിരുന്നിട്ട് തന്നെ കുറച്ചും കൂടി ഇത് നല്ല ഡാർക്കായിട്ട് വരും. അപ്പോൾ ഞാൻ ഇവിടെ തീ ഓഫാക്കിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു 2-3 തവണ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലുള്ള വെള്ളം എല്ലാം അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ചിക്കനും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് ഞാനിവിടെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലും കൂടുതൽ ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ നോക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത്, നല്ല ഡ്രൈ ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കാം. അതല്ല ഈ ഒരു പരുവത്തിൽ മതിയെങ്കിൽ തീ ഓഫാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ നോക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത്, കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് 1/2 കപ്പോളം ചുടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം ഒന്ന് തിളച്ച് വന്നാൽ തീ ഓഫാക്കിയാൽ മതി. അതല്ല ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇനി കുറച്ചുകൂടെ ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും അടുപ്പിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.